ഇത് രേണുവിന്റെ മകനല്ല, സോറി ക്ഷമിക്കണം കേട്ടോ, എനിക്കൊരു തെറ്റ് പറ്റി. റാണുവിന്റെ മകനല്ല, സുധിയുടെ മാത്രം മകനായ രാഹുൽ ദാസ് എന്നറിയപ്പെടുന്ന കിച്ച. രേണു ഒന്ന് രാവിലെ കയറി ഒന്ന് തൂങ്ങിയായിരുന്നു ഫാനില്. സത്യമാണോ ഈ പറയുന്നത്? രേണു രാവിലെ കയറി തൂങ്ങിയോ? എന്റെ ദൈവമേ. അല്ല അല്ല രേണു എങ്ങനെ രാവിലെ കയറി തൂങ്ങാനായിട്ടാ? രേണുവിന്റെ ഹെൽത്ത് ഓക്കെ ആയിരുന്നോ? അല്ല എനിക്ക് വളരെ ഡൗട്ട് എന്താന്ന് വെച്ചാൽ, ഞാൻ രാവിലെ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു, ഞാൻ ഈ സൈഡിൽ വെക്കാം. ഈ വീഡിയോയുടെ താഴെയുള്ള അതിന്റെ ക്യാപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാലേ, കൈ നേർക്കാൻ പറ്റുന്നില്ല, പെയിൻ ആണേ എന്നായിരുന്നു ഈ വീഡിയോയുടെ ക്യാപ്ഷൻ. ഈ തൂങ്ങ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിനകത്ത് കയറി നിന്ന് ഹിപ്പ് ചെയ്ത് കെട്ടിയെടുക്കുക. വെരി ടാസ്ക് മാൻ, വെരി ടാസ്ക്. അല്ല നീ ആരാടേ? നീ ഇവൻ ആരാ നിങ്ങൾക്കറിയോ? ആരാ നമുക്ക് അറിയണ്ടേ? ഇടയ്ക്കിടയ്ക്ക് പുള്ളിത്തിക്കാരി ഒരു തട്ടമൊക്കെ ഇട്ടൊരു വീഡിയോ ഒക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇങ്ങനെ പറയാനുള്ള സാഹചര്യം അല്ല, ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്തിനാണ് നമുക്ക് മുന്നിൽ ഒരു മാനിപ്പുലേഷൻ കാണിക്കുന്നത്? എന്തിൻ്റെ അർത്ഥത്തിലാ? എന്തിൻ്റെ കാര്യത്തിലാ? എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ പോട്ടെ, നീ ആരാന്നറിയണോ? ഈ വീഡിയോ മൊത്തം കണ്ടോ? ഈ വീഡിയോയ്ക്കകത്ത് അളിയൻ ആരാണെന്നും അളിയൻ വീഡിയോ ചെയ്യുന്നത് എന്താണെന്നും തൂങ്ങിയോ എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ സീരിയസ്ലി പറയുക, നമ്മളെ പോലുള്ള ഒരുപാട് ആൾക്കാർ രേണു എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ ഒരു സൈഡിൽ വെച്ച് മാറ്റിയതാ. ഇനി അതിലേക്ക് തൊടണ്ട എന്ന് പറഞ്ഞ കാരണം എന്താ? ഈ കാണുന്ന നിങ്ങൾക്കും എനിക്കും നല്ലോണം അറിയാം. വീണ്ടും അതെടുത്ത് വെച്ച് സംസാരിക്കാനും പറയേണ്ട ഒരു ആവശ്യമുള്ളൊരു കാര്യമല്ല. ആ ഒരു കാര്യത്തെ മാനിച്ചുകൊണ്ട് നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം, നമുക്ക് നമ്മുടെ വഴി നല്ല രീതിയിൽ പോവുക. എല്ലാവരുടെയും പ്രാർത്ഥന എപ്പോഴും രേണുവിന് കാണും. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക, ജീവിക്കുക നല്ലോണം. പഴയതുപോലെ വീണ്ടും പഴയ ജീവിതത്തിലേക്കല്ല, പഴയതുപോലെ ഒരു മനുഷ്യായുസ് പോലെ മനുഷ്യനെ പോലെ മുന്നിലേക്ക് വീണ്ടും വന്ന് ജീവിക്കുക എന്ന് പറഞ്ഞൊരു കാര്യം. അതിനെ തുടർന്ന് ഇവർ കിച്ചു എന്ന് പറഞ്ഞൊരു സാധനത്തിൽ കയറി പിടിച്ച കാര്യം എന്തോ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ വേണ്ട ഒന്ന് ബാക്ക് അടിച്ച് കണ്ടാൽ മതി, എനിക്കിനി പറയാനൊന്നും വയ്യ. അതിനെ തുടർന്ന് വീണ്ടും ഒരു വീഡിയോ കിച്ചു കിട്ടും. അതിനെ തുടർന്ന് വീണ്ടും ഇവരൊരു വീഡിയോ ഇട്ടു. അവിടെ തുടങ്ങി രേണു എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് കിട്ടാവുന്ന ഹേറ്റ്. വീഡിയോ ചെയ്യത്തില്ല ഇനി എന്ന് പറഞ്ഞ വ്യക്തികൾ വരെ അവർക്കെതിരെ വീഡിയോ അങ്ങനെ ചെയ്തതല്ല, ചെയ്യിപ്പിച്ചു. ബാക്ക് ടു നോർമൽ. ഞാൻ കട്ടിലേ കടന്നാലും നിങ്ങൾ ബാക്ക് ടു നോർമൽ ആയിട്ട് വരണം. ഇതേ സാധനം കാണിച്ചുകൊണ്ട് വീണ്ടും നമ്മളെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചു. എന്നാൽ ഒരു പുതിയ ഉന്നമനം, ആ ഉന്നമനം എന്നേ ഞാൻ ഈ ഒരു കാര്യത്തിൽ പറയുന്നുള്ളൂ, അല്ലാതെ വേറൊരു കാര്യമായിട്ട് എനിക്കിത് ചിത്രീകരിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് പറയാനായിട്ട് കാണത്തില്ല. അപ്പം വീഡിയോ നിങ്ങൾ മൊത്തം കാണുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പം ആദ്യമേ തന്നെ കഴിഞ്ഞ ദിവസം ശാരിക ഞാനുമായിട്ട് 2-3 വട്ടം കണ്ടൊന്ന് കോർത്തായിരുന്നു കേട്ടോ. പിന്നെ പുള്ളിക്കാർ റിപ്ലൈ ആയിട്ട് വന്നില്ല. വളരെ ബേസായിട്ടാണ് ഇനി സംസാരിക്കുന്നത്. നമുക്ക് അതൊന്ന് കാണാം. അതൊന്ന് കണ്ടിട്ട് നമുക്ക് ഈ കാര്യത്തിലേക്കും തൂങ്ങിയ കഥയിലേക്കും അതിനകത്ത് ഇവനെ പറയാനുള്ളതോ ഈ പറയുന്നതിനകത്ത് ഞാൻ സീരിയസ്ലി നിങ്ങൾ കാണാം. ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. അതായത് സ്വന്തം മകനെ നീ മകൻ അമ്മയായിട്ട് തന്നെ കാണണം, വേറെ രീതി കാണില്ല. എന്തോടെ ഉദ്ദേശിക്കുന്നത്? വല്ലവരും പ്ലക്ക് ചെയ്യുക എന്തെങ്കിലും? ഞാൻ സീരിയസ് ആയിട്ട് പ്ലക്ക് ചെയ്യുക കഥയാണോ നിങ്ങൾ പറയുന്നത്? ആണില്ലേ? ആണ്. എന്നാൽ തിരിച്ച് എനിക്ക് ചിലപ്പോൾ ആ പ്ലക്കിയ കഥ പറയേണ്ടി വരും. സ്വന്തം മകൻ്റെ കൂട്ടുകാരെയും ആരായിട്ട് കാണണം? മകനായിട്ട് കാണണം. അങ്ങനല്ലേ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ വീട്ടമ്മമാരില്ലേ? അപ്പം നിങ്ങൾ നിങ്ങളുടെ മകളുടെ കൂട്ടുകാരെ എങ്ങനെയായിരിക്കും കാണുന്നത്? മകൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ മകളുടെ കൂട്ടുകാരൻ, അങ്ങനെയല്ലേ കാണത്തുള്ളൂ. വേറെ രീതി കാണാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് പ്ലക്ക് വീഴും. ഓക്കെ, അപ്പം നമുക്ക് ആദ്യമേ പ്ലക്ക് ശാരികയുടെ തൊട്ടിയല്ല. ഹലോ ഡാർലിങ്സ്, ഏവർക്കും റിയാലിറ്റി ബൈ ഷാരികയുടെ റിയാലിറ്റി റിയാക്സിലേക്ക് സ്വാഗതം. ഇങ്ങനൊരു വീഡിയോ ഇനി ചെയ്യണ്ട എന്ന് ഞാൻ കരുതിയിരുന്നതാണ്. പക്ഷെ എന്താ മുഞ്ചാണ് ഇപ്പൊ വീഡിയോ ആയിട്ട് വന്നത്? ചെയ്യാനായിട്ട് ആഗ്രഹമില്ല. പിന്നെ എന്തിനാ ഞങ്ങളോട് എന്തിനാ പറയുന്നേ? ചെയ്യാതിരിക്കാനായില്ല മക്കളെ. വേറൊന്നുമല്ല, രേണു സുധിയെ കുറിച്ചാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രേണുവിനെ കുറിച്ച്. ഈ അവസ്ഥയിൽ ഇങ്ങനെ അവളെ കുറിച്ച് വീഡിയോകളൊന്നും ചെയ്യേണ്ടെന്ന് ഞാൻ കരുതിയിരുന്നതാണ്. പക്ഷെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുവാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെ ഒരിക്കലും വീഡിയോ ചെയ്യത്തില്ലെന്ന് പറഞ്ഞ പെണ്ണെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കാൻ നിങ്ങൾ ആര് ചെയ്യിപ്പിക്കും? അങ്ങനെ ചെയ്യിപ്പിക്കേണ്ട ആവശ്യം എന്തുവാ? എന്തിനു ചെയ്യിപ്പിക്കുന്നത്? മര്യാദക്ക് വീഡിയോ കാണുക, പോവുക. ഒരിക്കലും ശാരിയെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കാനായിട്ട് നിൽക്കല്ലേ. അല്ല, അവള് രോഗം ബാധിച്ച് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കണ്ടീഷനിലൂടെ കടന്നു പോകുന്നു. ആ സമയത്ത് അവൾക്ക് പ്രിയപ്പെട്ട ഒരാൾ അവളെ കാണാൻ ചെന്നില്ല. അവളെ ഒരിക്കൽ വളർത്തിയ അവളുടെ മകൻ എന്നറിയപ്പെടുന്ന രാഹുൽ ദാസ് എന്ന കിസ്സോ. സറിക
ഹോട്ട് സീറ്റ് സാറിക എന്നറിയപ്പെടുന്നത് പോലെ രേണു വളർത്തിയ മകനെന്നല്ല കിച്ചു അറിയപ്പെടുന്നത്, കൊല്ലം സുധിയുടെ മകനെന്ന് അറിയപ്പെടുന്നത്. അല്ലാതെ ഹോട്ട് സീറ്റ് സാറിക, സ്ക്രിപ്റ്റഡ് സാറിക എന്നൊന്നും അങ്ങനെ അല്ലല്ലോ സാറിക. എന്താ സാറിക? ബി മെച്ചോർ ബ്രോ. അവളെ കാണാൻ ചെന്നില്ലെന്ന് അവൾ വളരെ ദണ്ണപ്പെട്ട ഒരു വീഡിയോയിൽ ഇരുന്ന് പറഞ്ഞു. ഇത് രേണുവിന്റെ മകൻ അല്ല, സോറി ക്ഷമിക്കണം കേട്ടോ, എനിക്കൊരു തെറ്റ് പറ്റി. റേണുവിന്റെ മകനല്ല, സുധിയുടെ മാത്രം മകനായ രാഹുൽ ദാസ് എന്നറിയപ്പെടുന്ന കിച്ച കാണാൻ ചെന്നില്ല. ഋത്തപ്പനെ കാണാൻ വന്നില്ല. ഞാൻ ഇത്ര ഒരു അവസ്ഥയിൽ കിടന്നത് സ്വാഭാവികമാണ്. നമ്മുടെ ജീവിതം തുലാസിൽ നിൽക്കുമ്പോൾ, നമ്മുടെ ജീവൻ തുലാസിൽ നിൽക്കുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരൊന്ന് കാണാൻ വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും. അവളതൊരു പരാതിയായിട്ടല്ല, അവളൊരു പരിഭവമായിട്ടാണ് അത് പറഞ്ഞത്. ഇതെല്ലാം കേട്ട് ഒരു ലോഡ് പുച്ഛോ ഇറക്കി ഈ കിച്ചു എന്ന് പറഞ്ഞവൻ കെട്ടിയൊരുങ്ങി പോകാൻ ഇറങ്ങുന്ന, രേണുവിനെ കാണാൻ പോകാൻ ഇറങ്ങുന്നതിന് മുൻപ് ബേസിക്കലി പോറ്റമ്മയാണെങ്കിലും പെറ്റമ്മയാണെങ്കിലും മകൻ കാണാൻ വന്നില്ല എന്ന് സോഷ്യൽ മീഡിയയിലല്ല പറയണ്ട, അവനോടാ പറയണ്ട. നീ ഇതുവരെ ഒന്നും വരാത്ത എന്തടാ, ഞാൻ ഇത്ര ആയല്ലോ. അങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ട് അവൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 3-4 ദിവസം കഴിഞ്ഞൊരു വീഡിയോ ഇടുന്നതിൽ അർത്ഥമുണ്ട്. അല്ലാതെ അവൻ വന്നിട്ടില്ല എന്ന് ഡയറക്റ്റ് വന്ന് വീഡിയോയിൽ ഇടുമ്പോഴത്തേക്കിന് അതിൻ്റെ ഇൻറ്റൻഷൻ എന്തുവാന്നേ ഈ കാലഘട്ടത്തിൽ വീഡിയോ കാണുന്നവർക്കും മനുഷ്യർക്കെല്ലാം മനസ്സിലാവുന്ന കാര്യം. അതുകൊണ്ട് അതിനെക്കുറിച്ച് വലുതായിട്ട് സംസാരിക്കേണ്ട. പരാതിക്കാരുടെയൊക്കെ പരാതി അങ്ങോട്ട് തീരട്ടെ എന്നും പറഞ്ഞ് ഒരു വീഡിയോ കൂടെ ഇറക്കിയിട്ട് അവൻ പോയത്. അതിനവനെ നാട്ടുകാരെടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് അവിടെ രേണുവിനെ കാണാൻ ചെല്ലുന്നു. പക്ഷെ രേണുവിനെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ അവൻ നാട്ടിൽ തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് അവനൊരു വീഡിയോ അങ്ങോട്ട് ചെയ്യുന്നു. രേണു അമ്മയെ അവൻ വെറുക്കാനുള്ള കാരണം ഇതാണ്. എന്ത് സബ്സ്ക്രിപ്ഷൻ? രേണുസുതി സബ്സ്ക്രിപ്ഷൻ ചെയ്തുകൊണ്ടാണ് എന്റെ അമ്മ സബ്സ്ക്രിപ്ഷനിലൂടെ. ഇവരെന്ത് മാനിപ്പുലേഷൻ അല്ലേ കാണിക്കുന്നത്? ഈ വീഡിയോ കാണുന്ന, ഈ ടോപ്പിക്ക് കാണുന്നവർക്കറിയാം ഇവിടെ എന്തോ മാനിപ്പുലേഷൻ നടന്നത്. സ്വന്തമായിട്ട് ഇതിനെക്കുറിച്ച് കണ്ടന്റ് ചെയ്ത, ഇപ്പൊ നിന്റെ വീഡിയോ രേണു എടുത്തു വെച്ച് രേണുവിന്റെ പ്രൊഫൈലിനകത്ത് ഇട്ടിട്ടില്ലേ? ഇടാനുള്ള കാരണം എന്തുവാ? രേണുവിന് പറയാനുള്ള കാര്യമാണ് സാരിക പറഞ്ഞതുകൊണ്ടല്ല സാരികയുടെ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ വേറൊരുത്തന്റെ വീഡിയോ ഇതുപോലെ എടുത്ത് പോസ്റ്റ് ചെയ്തല്ലോ. കാരണം എന്താ? അവർക്ക് പറയാനുള്ള കാര്യം, രേണുവിന് പറയാനുള്ള കാര്യം ആ ചെറുക്കൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടല്ലേ പോസ്റ്റ് ചെയ്യുന്നത്. അയ്യാ, ആ പോസ്റ്റ് ചെയ്തത് കൊണ്ടല്ലേ ഇങ്ങനൊക്കെ പറയാനിടേണ്ട സാഹചര്യം. ചുണ്ട് കടിച്ച് കാണിച്ചു, മലന്ന് കിടന്ന് കാണിച്ചു, കമന്ന് കിടന്ന് കാണിച്ചു. ഇതൊക്കെ കൊണ്ടാണ് അവൻ രേണു അമ്മയെ വെറുത്തത്. ഞാനൊന്ന് ചോദിക്കട്ടെടാ കിച്ചു, ഈ 2 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ അച്ഛൻ സുധി മരിച്ചപ്പോ ഈ രേണു പണിക്ക് ഇറങ്ങി ആൽബത്തിൽ അഭിനയിക്കാൻ. അന്ന് അവളുടെ അഭിനയത്തെ ആരും അംഗീകരിച്ചിട്ടില്ല. ഇന്നും ആരും കുറെ പേരധികം അംഗീകരിച്ചിട്ടില്ല. കോപ്രായം, അതാണ് അതിന് അവൾക്ക് കിട്ടിയ വേർഡ്. ആ കോപ്രായങ്ങൾ അവൾ ഇതേ ക്രോയല്ലോ, കാക്കയല്ലേ, കോപ്രായം. ഇതേ കോപ്രായം ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ഓപ്പോസിറ്റ് ഇരുത്തി തനി തൊലി ഉരിഞ്ഞു വിടുന്ന പരിപാടി കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അന്ന് രേണുവിന് ഇത്ര ഹേറ്റ് ഉണ്ടെങ്കിലും അതേ ഹേറ്റിന്റെ ഡബിൾ ഹേറ്റ് സ്വന്തമായിട്ട് തലയിലേക്ക് മേടിച്ചെടുത്ത വ്യക്തിയാണ് സറിക. അല്ലേ സറിക? എന്നിട്ട് കോപ്രായം എന്നൊക്കെ ഇപ്പൊ പറയാമോ മോളെ അന്ന് എടുത്ത് ഉടുത്തല്ലേ ഇവളെ? വിജയകിരീടമായിട്ട് എടുത്ത് ചൂടുകയും അവളെ ഇഷ്ടപ്പെടാത്തവരെ കൊണ്ട് അവളെ വൈറലാക്കുകയും ചെയ്ത് മിടുപിടിക്കുകയാണ് രേണുസുതി. അതിനകത്ത് നമ്മൾ കാശുണ്ടാക്കി. ആ കാശിന്റെ അങ്ങനെ ചുണ്ട് കടിച്ചും കോപ്രായം കാണിച്ചു എന്നൊക്കെ നീ പറയുന്ന ആ എക്സ്പ്രഷൻസ് കാണിച്ചിട്ട് തന്നെയാടാ അവൾ ആൽബങ്ങളിൽ അഭിനയിച്ചും സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കിയും കാശുണ്ടാക്കിയത്. ആ കാശിന്റെ ഒരു പങ്ക് വാങ്ങിച്ച് തിന്നിട്ട് നിനക്ക് നാണം ഉണ്ടോ കിച്ചു? ഇങ്ങനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ അവരെ കൂട്ടുകാരിയാന്നൊക്കെ പറയുന്നത്, നിനക്ക് നാണമുണ്ടോ? അവളെ ആൽബത്തിലും എക്സ്ക്ലൂസീവിലും ഒരേ രീതിയിലാണ് അഭിനയിച്ചത്, സ്വന്തമായിട്ട് നീ തന്നെ പറയുന്നുണ്ട്. ഒരു വാക്ക് രേണു, നീ അത് ചെയ്യരുതല്ലേ, നീ എൻ്റെ കൂട്ടുകാരിയാടി. ഒന്നൊന്ന് പറയണ്ടേ മോളെ? ജനഗണമന നമ്മുടെ നാടിന് വേണ്ടിയിട്ടല്ലേ? നാടിന് വേണ്ടിയിട്ടല്ല നീ ചെയ്യണ്ടേ. ഇന്ത്യ ഇസ് മൈ കൺട്രി, ആൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ബാക്കിയുള്ളതെല്ലാം അങ്ങനാണോ പറയാനായിട്ട്? ഞാൻ സാക്ഷിയാണ് രാഹുൽ ദാസ്, ഞാൻ സാക്ഷിയാണ്. ബിഗ് ബോസിന്റെ സമയത്ത് രേണുസുതി എന്നെ നിനക്ക് അയച്ചിരുന്ന പൈസയുടെ സ്ക്രീൻഷോട്ടുകൾ കാണിച്ചിട്ടുണ്ട്. ഇത് രേണു പറയേണ്ടതാ, പക്ഷെ അവളത് പറഞ്ഞില്ല. അവൾക്ക് ആത്മാഭിമാനമുണ്ട്. പക്ഷെ ഞാൻ പറയും, കാരണം എന്നെ കാണിച്ചിട്ടുണ്ട് അവള്. ഞാൻ ഇരിക്കുമ്പോ എന്റെ മുമ്പിൽ നീ പലവട്ടം അവളെ വിളിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അവള് തലേക്ക് വെച്ചു എന്റെ പൊന്നു ശാരി കാശിനാടി കിടന്ന് വിളിക്കുന്നത്. 1, 2, 100, 500 അല്ല അന്ന് രാഹുൽ ദാസിന് വേണ്ടിയിരുന്നത്. 2000, 3000, 4000, 5000 ആ കണക്കേ ഉള്ളൂ. ഇതെല്ലാം അവര് നിനക്ക് കൃത്യമായിട്ട് GPay ചെയ്ത് തന്നു. അവര് വളർത്തിയ മകനെന്നുള്ള ആ ഒരു അനുകമ്പ കൊണ്ട് അതെല്ലാം വാങ്ങിച്ച് തിന്നിട്ട് ഇപ്പൊ അവളുടെ സബ്സ്ക്രിപ്ഷൻ കാരണം നിനക്ക് അവളെ താല്പര്യമില്ല, വെറുത്തുപോയി. നാണം ഉണ്ടോടാ നിനക്ക്? അയ്യോ, നാണം ഒന്നും കാണത്തില്ല. ഞാനും അതാ ചോദിക്കുന്നത്, നാണം ഉണ്ടോ? ആ രോഗത്തെ മാറ്റി നിർത്തേണ്ട അവസ്ഥയായിരിക്കും നമ്മളുടെ സംസാര ഭാഷയിൽ പലതും കൊണ്ടുവരാനുള്ള കാരണം. മകനെന്ന് പറയുന്നു, 18 വയസ്സ് തൊട്ട് ഞാൻ നോക്കിയൊരു മകനെന്ന് പറയുന്നു.
അവന് പൈസ അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ 4 മാട് നീളം മൊത്തം നോട്ടീസ് അടിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ പറയുന്ന എന്തോ നിന്റെ പേരെന്തോടി? സാരികയോട് പറയേണ്ട ആവശ്യമുണ്ടോ? അതാണ് അവൻ വിളിക്കുന്നത് പൈസയ്ക്ക് വേണ്ടി വിളിക്കും. എന്തൊരു ശല്യം എന്നറിയാം. എപ്പോഴും എന്നെ ഇങ്ങനെ വിളിച്ചു, സാരിക നോക്ക്, കൂടെയുള്ള നിങ്ങൾ നോക്ക്, എന്റെ മോൻ എന്നെ വിളിച്ചു, വേണ്ടടേ നോക്കണേ, ചുമ്മാ കിടന്ന് വിളിക്കുക. 100 200 ആണോ? 2000 3000 വെച്ചല്ലേ ബിഗ് ബോസ് മാം അയച്ചു കൊടുത്തോണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ആരെ കാണിക്കാൻ? ആരോട് പറയാൻ? അപ്പം കൊടുത്തതും മേടിച്ചതും എല്ലാം അങ്ങോട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾ തന്നെ. പിന്നെ എന്തിനാ ഈ കഥ ഇങ്ങനെയൊക്കെ വളച്ചൊടിച്ച് വേറെ രീതിയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമുണ്ടോ? അതിന് ആവശ്യമുണ്ടോ എന്ന് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്നിരുന്ന് നോക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഒരു ചേട്ടൻ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ആത്മഹത്യാശ്രമം. അതൊന്ന് കാണാം. രേണു ഹോസ്പിറ്റലായിരുന്നു. രേണുവിന് ക്യാൻസറാണ്, എല്ലാവർക്കും അറിയാലോ. പക്ഷെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയത് ക്യാൻസറുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യത്തിനായിരുന്നില്ല. രേണു ഒന്ന് രാവിലെ കയറി ഒന്ന് തൂങ്ങിയായിരുന്നു ഫാനിൽ. അപ്പം രേണുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ലിബു കണ്ടതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്ന് ഈ നേരത്തെ ആ കൊച്ചിനെ പെട്ടിയിൽ വയ്ക്കായിരുന്നു. കാരണം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞതാണ് ഏറ്റവും കൗതുകകരമായിട്ട് എനിക്ക് തോന്നിയത്. ഇവളുടെ മൂത്ത മകനെ അവകാശപ്പെടുന്ന ഒരു പരനാറിയുണ്ട്, അവനെ അങ്ങനെ തന്നെ വിളിക്കണം, വേറെ നാറിയാണ്. അവൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു, അത് കണ്ടിട്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുകൊണ്ടാണ് അത്ര അവൾ തൂങ്ങിയത്. ഞാനപ്പോൾ ഇത്ര നേരം എന്തോ പറഞ്ഞത്? മോശമായിപ്പോയല്ലേ ഇത്രയും പറഞ്ഞത്? നമ്മൾ ഒന്നുകൂടെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അങ്ങനെ ആലോചിക്കാതിരിക്കുമ്പോഴേ ആ ഒരു ചെറിയ സിറ്റുവേഷൻ കൊണ്ട് തൂങ്ങുന്നൊരു വ്യക്തിയാണോ രേണു? രേണുവിൻ്റെ ആ വീഡിയോ കണ്ടപ്പോഴത്തേക്കിന് അതിന് തൊട്ട് മുമ്പ് വരെയുള്ള രേണുവിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ എന്തുവാന്നുള്ള റീലിലുണ്ടായിരുന്നു. അനങ്ങാൻ പോലും പറ്റത്തില്ല. പക്ഷെ ആ ഒരു റീലിൽ രേണു കാണിച്ചിട്ടുള്ള ആ ഒരു എനർജി ഉണ്ടല്ലോ, ബാക്ക് ടു രേണു സുധി അല്ലേ? രേണു ബിക്കംസ് രേണു സുധി അല്ലേ നമ്മൾ കണ്ടത്? അപ്പം ആ രീതിയിലൊക്കെ എനർജറ്റിക് ആയിട്ട് അവിടെ സംസാരിച്ചൊരു വ്യക്തി തൂങ്ങണമെങ്കിൽ തൂങ്ങേണ്ട സമയം നേരത്തെ കഴിഞ്ഞു, അതിക്രമിച്ച് കഴിഞ്ഞു. നമുക്കറിയാമല്ലോ വന്നിട്ടുള്ള വിവാദങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം രേണുവിനെ സംബന്ധിച്ച് ഇത് ചല്ലി വല്യടാ, എൻ്റെ കാലിൽ പോലും തട്ടാത്ത രീതി ഒരു സൈഡിൽ കൂടെ ഒഴുകി പോകുന്ന സാധനമാണ്. അപ്പം അതൊക്കെ പോട്ടെ, എന്നോട് പറഞ്ഞതല്ലേ പറഞ്ഞു. നീ ആര്? നിന്നോട് പറയാനായിട്ട് തൂങ്ങുന്ന സമയത്തുണ്ടായിരുന്നോ? ഞാൻ നമ്മളെ കുറേ ചീത്ത വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിരുന്നു പറഞ്ഞ പോലും നമ്മൾ ഈ ഒരു അസുഖത്തിൽ നിൽക്കുന്ന ഒരാളാണ്. മാനസികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ തകർന്നു പോകും. തകർന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്തോ ചെയ്യാതിരിക്കോ. പക്ഷെ രേണു എന്തുവാന്ന് കണ്ടവർക്കും ഞാൻ രേണുവിനെ കുറിച്ച് വീഡിയോ ചെയ്തൊരു രീതി വെച്ച് എനിക്ക് രേണു എന്തോന്ന് പറയാം. അങ്ങനെ ഇരിക്കുക ഞാനിങ്ങനെ ആലോചിക്കട്ടെ, ഇവൻ ആരാന്ന്, ഈ സംഭവം ആരാന്ന് ഞാൻ ഇങ്ങനെ തപ്പി പോയപ്പോഴത്തേന് ഇവന്റെ പ്രൊഫൈല് കിട്ടി കേട്ടോ. അൻഷാദ് പാല. അൻഷാദ് പാല. അങ്ങനെ അൻഷാദ് പാല ഈ പ്രൊഫൈല് കണ്ടിട്ട് തൊട്ട് താഴോട്ട് നോക്കിയപ്പോഴത്തേന് ദാ കിടക്കുന്നു രേണു സുധിയുമായിട്ടുള്ള ഫോട്ടോസ്, അവരൊന്നിച്ച് നിൽക്കുന്ന ഫോട്ടോസ്, ഇതെല്ലാം ഇങ്ങനെ അടിപൊളിയായിട്ട് ഇട്ടേക്കുന്ന അൻഷാദ് പാല നല്ല രീതിയിൽ ടാഗ് ചെയ്തിട്ടിരിക്കും. നിങ്ങളൊന്ന് ആലോചിക്കണേ. എന്നിട്ട് ഞാനപ്പോൾ നോക്കിയപ്പോഴത്തേന് ഇതാ ഒരു വീഡിയോ കിടക്കുന്നത്. ഈ വീഡിയോ മറ്റേ തുണി ഇവൻ ഷർട്ടില്ലാതെ നിൽക്കുന്ന ഒരു വീഡിയോ, ഒരു ഭയങ്കര ഓട്ടിച്ചൊരു വീഡിയോ ആയിരുന്നില്ല ഈ കാണുന്ന വീഡിയോ. ഈ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ള യവനാണ് ഇതുപോലെ കിടന്ന് വാതോരാതെ പ്രസംഗിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ? ഹൗ? കൂടെ നടന്നവർ രേണുവിന് വേണ്ടി പറയുന്നു. അപ്പോൾ അവിടെ വേറെ സംശയം, ഇടക്കിടയ്ക്ക് രേണു വീഡിയോ ഇടുമായിരുന്നു, ഞാൻ ഉടനെ മുസ്ലിം ആവാൻ പോവുകയാണ്, ആ ഒരു രീതിയിലെ തട്ട വിട്ടുകൊണ്ടൊക്കെ വന്നു. അപ്പോൾ കമൻറ്റ് ബോക്സിന് ഇൻഷാ അല്ലാ ഞാൻ ഉടനെ വരും എന്നൊക്കെ രീതിയിൽ നടക്കട്ടെ എന്ന രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് കൊല്ലം സുധിയുടെ ഫോട്ടോ ബാക്കി വെച്ചുകൊണ്ട് ചെയ്തൊരു കാര്യം കർമ്മ. ഇനി അതിന് മിണ്ടാതിരിക്കുമ്പോഴത്തേക്കിന് അത് മിണ്ടാതിരിക്കുന്നത് രേണു സുധിയോടുള്ള സ്നേഹം കൊണ്ടാണ് ആരും വിചാരിക്കില്ല. മിണ്ടാതിരിക്കുന്നത് ആ രോഗാവസ്ഥയിലുള്ള മറ്റു രോഗികളെയും കൂടെ മാനിച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് മിണ്ടായിരുന്നത്. പക്ഷേ ഇമാതിരി പരിപാടികൾ കാണിച്ച് വീണ്ടും ഒരു സോഷ്യൽ മീഡിയയിൽ കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിൽക്കുമ്പോഴത്തേന് 2 വാക്ക് പറഞ്ഞേ പറ്റൂ. അത് പറയേണ്ട രീതിയിൽ പറയും. അതൊരിക്കലും ഈ പറയുന്ന ആ ഒരു മെഡിക്കൽ കണ്ടീഷനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. അത് ആ സൈഡിൽ കൂടെ ആ മെഡിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു രോഗമുണ്ടെങ്കിൽ അത് ഫസ്റ്റ് മാനിക്കേണ്ടത് ആ വ്യക്തിയാണ്. ആ വ്യക്തി ആ രീതിയിലുള്ള കാര്യങ്ങൾ പുറത്ത് വരിക, അപ്പോൾ കാണുന്ന ജനങ്ങൾ അതുപോലെ കാണത്തുള്ളൂ. പക്ഷെ ഷി വോണ്ട് റീച്ച് ആ സെയിം സാധനം തന്നെ നമ്മൾ വീണ്ടും കൊടുക്കുന്നു. സത്യം പറഞ്ഞാൽ പത്തറ്റിക് സിറ്റുവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് നമ്മൾ വീണ്ടും കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി അങ്ങനെ പോലെ ആ വീഡിയോയുടെ ബാക്കി കാണുന്നതിന് മുമ്പ് അങ്ങനെ പോയി എന്ന് പറയുന്നല്ലോ. ആ പോയി എന്ന് പറയുമ്പോഴത്തേനും ഈ 19 മണിക്കൂർ മുമ്പാണ് ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള ആ ഒരു സ്ക്രീൻഷോട്ട് കിടക്കുന്നത്. അതിനുശേഷം രേണു സുധി 3 മണിക്കൂർ മുമ്പേ ഒരു ഫോട്ടോ ഇട്ടേക്കുന്ന ആര്, അനുമോളും മറ്റേ ഇവര് ആദില നൂറ
ഇവരെല്ലാവരും കൂടെ ആ വീട്ടിൽ വന്നിരിക്കുന്ന ഇവരുമായിട്ട് ചേർന്ന് എടുത്തൊരു ഫോട്ടോ. അത് ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ അറിയാം അത് രാത്രിയാണെന്ന്. മേ ബി കഴിഞ്ഞ ദിവസം രാത്രി അവരവിടെ വന്നു അങ്ങനെ ഒരു ഫോട്ടോ എടുത്തതാണെന്ന് അത് നമുക്ക് വേണേൽ അനുമാനിക്കാം. എന്നാ 2 മണിക്കൂർ മുമ്പ് ഈ ഫോട്ടോ എടുത്ത് രേണുസുതി സ്റ്റോറി ഇട്ടിരിക്കുന്നു. അത് രേണുസുതി വേണമെങ്കിൽ പറയാം, രേണുസുതിയുടെ HR, അതായത് ഈ കാര്യങ്ങൾ നോക്കുന്ന ആരാണ് എടുത്തിടാന്ന് പറയാം. എടാ, ഇങ്ങനെ രേണുസുതി തൂങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം അവരിത് അറിയത്തില്ലേ? അവരിത് അറിയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാധനം എടുത്ത് വീണ്ടും ഷെയർ ചെയ്യുമോ? ഒരു പത്തറ്റിക് സിറ്റുവേഷനിലൂടെ ഒരു ജീവിതം അവസാനിപ്പിക്കാനായിട്ട് ഒരു പെൺകുട്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കൂടെ നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു വ്യക്തി ആദ്യം അത് കേൾക്കുമ്പോഴത്തേക്കും ഹലാസ് ഹീസ് ഡെഡ് എക്സ്ക്ലമേറ്ററി സെന്റൻസാണ്. അപ്പം അങ്ങനെ വന്ന് സംസാരിപ്പിച്ചിട്ട് അതേ എക്സ്പ്രഷനോട് കൂടി തന്നെ ഈ സാധനം അവസാനിപ്പിക്കത്തല്ലേ ഉള്ളൂ. പക്ഷേ അവിടെ വീണ്ടും ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണമെന്നറിയോ? ആ ചാനൽ നോക്കുന്നവരോട്, നിങ്ങളായിരിക്കും ചിലപ്പോൾ നോക്കുന്നത്, ചുമ്മാ പറയുന്നുണ്ട്, ആ നോക്കുന്നവരോട് പറയണം, പ്ലീസ് ഇതെല്ലാവരും ഒന്ന് അറിയട്ടെ, നീ ഇപ്പം ഇന്ന് സ്റ്റോറി ഇടരുത്, അങ്ങനെ പറയണമെന്നേ. അല്ലാതെ നിങ്ങൾ വേറെ രീതിയിൽ വാൾഗറായിട്ട് നമ്മുടെ മുന്നിൽ കാണിക്കല്ലേ പ്ലീസ്. ഇനി ബാക്കിയും കൊണ്ടൊന്ന് കാണാം. ഇവൻ എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. ഇവൻ ആ വിരോധം കാണുമ്പോഴേ അറിയും ഇവൻ ആരൊക്കെയാണ് എന്നുള്ളൊരു കാര്യം. കാണിക്കുന്നത് ഭയങ്കര മോശമാണ്. നിനക്ക് അമ്മയെ കാണാൻ പറഞ്ഞത് നീ വീട്ടിലേക്കല്ലായിരുന്നു വരേണ്ടത്. അമ്മ ഹോസ്പിറ്റലാണെന്ന് അറിയാലോ. നീ പിന്നെ അവിടെ വന്ന് കുത്തി പിടിച്ചിരുന്നിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? നീ അവിടെ വരുവായിരുന്നുണ്ടെങ്കിൽ ശരിയാണ്, ഐസിനകത്തോട്ട് ആരെ കാണിക്കില്ല, കയറ്റിയല്ല. സീമാജി നായരടക്കമുള്ള ആൾക്കാർ അവിടെ വന്നു. സീമാജിയോ അതാരാ? സീമാജി പോലുള്ള ആൾക്കാരവിടെ വന്നു. സീമാജി മോദിജി അങ്ങനെയായിട്ടുള്ള ഏതെങ്കിലും സീമാജിയാണ്? എനിക്കറിയത്തില്ല. സീമാജിയെ പോലുള്ള ആൾക്കാർ വരെ അവിടെ വന്നായിരുന്നു. അപ്പം നമുക്ക് കേൾക്കുമ്പോൾ നമ്മളെന്ത് വിചാരിക്കും? സീമാജി വൺ ഓഫ് ദ ബെസ്റ്റ് ആരാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല ആര് ഈ സീമാജി. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഫോണിൽ ആരാ വിളിക്കുന്നത്? വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ കട്ട് ചെയ്ത് വിട്ടു. സീമാജിയെ പോലെ അടക്കമുള്ള ആൾക്കാർ വന്നായിരുന്നു. വേറൊരു സൈഡിൽ കൂടെ പോയിട്ട് അവളെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. കിച്ചു ആണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്ക് സൈഡിൽ കൂടെ ആണെങ്കിലും നിനക്ക് അമ്മയെ വന്ന് കണ്ടു പോകാമായിരുന്നു. നീ അമ്മയെ കാണാൻ പോയി ആരും കാണിച്ചില്ല എന്നുള്ളൊരു വർത്തമാനം പറയണ്ട. ഐസുവിന്റെ ബാക്ക് സൈഡിൽ കൂടെ കാണാനായിട്ടേ ഭ്രമരം സിനിമയുടെ ഇതല്ലേ നടക്കുന്നത് തിയേറ്ററിനകത്ത്. ബാക്ക് സൈഡിൽ കൂടെ കയറി ഒന്ന് കണ്ടിട്ട് പോകാനായിട്ട്. ഇസ് ICU മാൻ. അതിന്റെ ബാക്ക് സൈഡിൽ കൂടെ എവിടെ പോയി കാണാനാണ് ഉദ്ദേശിക്കുന്നത്? മറ്റേ കിളിവാതിൽ കൂടെ കാണുന്നതാണ് ഉദ്ദേശിച്ചത്. എപ്പടിട്ടാ കിളിവാതിൽ കൂടെ കാണാൻ പറ്റുന്നത്? അവിടെ ഡോറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അകത്ത് സിനിമയിലൊക്കെ ആയിരുന്നു കിളിവാതിൽ കൂടെ ഇങ്ങനെ നോക്കുമ്പോഴത്തേന് അകത്ത് ഇങ്ങനെ നമ്മളെ കാണുന്ന നമ്മളെ ഇങ്ങനെ ഹൈപ്പറാക്കാനുള്ള പരിപാടി. അതല്ലേ പരിപാടി. നമ്മളെന്തോ ഹോസ്പിറ്റലിൽ കാണാതിരിക്കും? നമ്മളെന്തോ എവിടെ പോകുന്നത്? ഭയന്നിട്ട് വേറെ നാറിയമാണ്. ഉള്ള കാര്യം പറയില്ല. ഇവനെ പൊക്കി പിടിച്ചോണ്ട് നടക്കില്ല കേട്ടോ. ഒരു കാരണവശാലും സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരോട് ഞാൻ പറയും, ഇവനെ പൊക്കി പിടിച്ചോണ്ട് നടക്കരുത്. ഇവൻ വേറെ നാറിയ. ഇവൻ എന്താ പറയുക, ഇവൻ പൈപ്പ് വെള്ളം കുടിക്കൂല, കിണർ വെള്ളം കുടിക്കൂല, ഇവൻ ഫാസ്റ്റ് ഫുഡ് മാത്രമേ ഇവൻ ഇറങ്ങുള്ളൂ. ഈ രേണുസുതി ബിഗ് ബോസിലുണ്ടായിരുന്ന സമയത്ത് ഇവൻ ഓരോ കടകളിൽ പോയിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിച്ചതിന് ശേഷം ഇവൻ പൈസ കൊടുക്കാനായിട്ട് പൈസ ഇല്ലാണ്ട് അപ്പോൾ രമേ ചേച്ചിനെയും ഇവരൊക്കെ വിളിക്കുന്ന സമയത്ത് അവരെന്നെ വിളിച്ചിട്ട് ഞാൻ തന്നെ എത്രയോ പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് അറിയും. എനിക്ക് നാറിയ നേരിട്ട് പരിചയമില്ല. എനിക്ക് ഇവനെ പരിചയപ്പെടാനോട് താല്പര്യമില്ല. ഇങ്ങനെ നാറിയ മക്കളൊന്നും പരിചയപ്പെട്ട് ഒരു കാര്യമില്ല. ഇവനെ സത്യസന്ധമായിട്ട് ഞാൻ പറയും, സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരോടും ഞാൻ പറയും, ഇവനെ ഒരിക്കലും എന്താ പറയുക, സുധി എന്ന് പറയുന്ന മനുഷ്യൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. പക്ഷേ ഇവൻ അങ്ങനെ ഒരു മോനല്ല. ഇവനെ കൂടെ ചേർത്ത് പിടിക്കേണ്ട ഒരു നീ കാണിക്കുന്ന ഭയങ്കര പറയാലോ, കാണാമല്ലോ, കേൾക്കാമല്ലോ, ബാക്കിയും കൂടെ കേൾക്കാം. എന്നിരുന്നാൽ പോലും ഞാൻ പറയുള്ളൂ, ഈ കിച്ചു എന്ന് പറയുന്ന ഒരുത്തൻ അവനെ എന്താ പറയുക, കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാരും കുറച്ച് അമ്മച്ചിമാരും എല്ലാം സ്വന്തം മകനായിട്ട് കേരളത്തിൻ്റെ ദത്തുപുത്രനായിട്ടൊക്കെ കൊണ്ടുനടക്കുന്നത്. ഈ നാറിയൊന്നും അങ്ങനെ മോനല്ല, അവനൊന്നും അങ്ങനെ കൊണ്ടുനടക്കില്ല. രേണു പറയാതെ പറഞ്ഞു പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവൻ പറഞ്ഞത് 2 വയസ്സ് വരെ അവന് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടുള്ളൂ, പെറ്റമ്മയുടെ സ്നേഹം കിട്ടും. പെറ്റമ്മയുടെ സ്നേഹം കിട്ടണമെങ്കിൽ അതിനൊരു ക്വാളിറ്റി വേണം. പെറ്റമ്മ പോയത് പോട്ടെ, പോറ്റമ്മ വന്നല്ലോ. സ്വന്തം അമ്മയെ സ്വന്തം അമ്മയായിട്ട് കാണാനായിട്ട് പഠിക്കണം, ശരിയല്ലേ? അമ്മയെ അമ്മയായിട്ട് കാണണം, എങ്കിലേ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അമ്മയുടെ മറ്റൊരു രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അതെന്തോ ബ്രോ, രേണുസുതിയും കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു. നിങ്ങളൊന്ന് പറയടേ, നിങ്ങളിങ്ങനെ പുറത്തു വിടാനായിട്ട് വിവാദകരമായ ഏതോ സിനിമയുടെ ടീസറൊന്നും അല്ലല്ലോ. കാര്യം അങ്ങ് പറയാം, നമ്മളും കാണട്ടെ, നമ്മളും കേൾക്കട്ടെ. ഈ രാജ്യത്ത് ജീവിക്കുമല്ലേടെ നിങ്ങളെ പോലെ തന്നെ. നിങ്ങൾ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെ നമ്മൾ സംസാരിക്കും. നിങ്ങൾ കഴിക്കുന്നില്ല, നമ്മൾ പറയാം അങ്ങോട്ട്. അങ്ങ് അവസാനിപ്പിക്കാതെ ആ കാര്യം അങ്ങ് പുറത്ത് വിടന്ന്. എന്ത് ചെയ്ത് അവൻ പറ. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. കൂടുതൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ ഈ തലച്ചുമടിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാർ അവനെ കല്ലെറിയും. ഇതൊക്കെ വെറുതെ വന്നിട്ട് രേണുവിനെ വെളുപ്പിക്കാനായിട്ട് പറയുന്നൊന്നുമല്ല. കിച്ചു മോനെ, നീ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണും സുധി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണുകളും ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ തെളിവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത സംഭവങ്ങളൊന്നുമല്ല. അവളെ വളഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാർ ആക്രമിച്ചു കഴിഞ്ഞിട്ട് ആ പെണ്ണിനെ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആ പെണ്ണ് ഇന്ന് രാവിലെ തൂങ്ങിക്കിടക്കായിരുന്നു. നീ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണും സുധി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണും എല്ലാം ഇവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നു. He is very important person for Renu. Becomes Renu.
ഹാ എന്തരടേ ഈ കാര്യം എന്തൊരു ആൽബത്തിൽ അഭിനയിച്ച മാത്രം പോരായിരുന്നില്ലേ ഒരുമിച്ചാ? എന്തോ കാര്യം എന്തോ പരിപാടി എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെ നിഗൂഢതകൾ ഇനി മാറി മറിയാനുണ്ടല്ലേ? വരണം. ഉപ്പ് തിന്ന് വെള്ളം കുടിക്കണം. രേണു ഉപ്പ് തിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ആ ഒരു മെഡിക്കൽ കണ്ടീഷൻ സൈഡിലോട്ട് മാറ്റി. അടുത്ത ഉപ്പ് തിന്ന് ഒരുത്തനുണ്ടെങ്കിൽ അവനും വെള്ളം കുടിക്കണം. ഇല്ലെങ്കിൽ ഇതേ വീഡിയോയിൽ അവനെ നമ്മൾ വെള്ളം കുടിപ്പിക്കും. കാര്യം കണ്ടറിയാം. അപ്പം അമ്മയുടെ സ്ഥാനം അമ്മയ്ക്ക്. അമ്മയെ അമ്മയായിട്ട് കാണുക, അമ്മയെ അമ്മയല്ലാതെ കാണാനായിട്ട് നിൽക്കരുത്. അങ്ങനെ കാണുന്നിടത്താണ് കണ്ണിന് ഏറ്റവും വലിയ കുഴപ്പം വരുന്നൊരു കാര്യം. അപ്പം കാര്യങ്ങൾ ഒരുപാട് പേർക്ക് അവതരിപ്പിക്കാനുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റഡ് സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ ഈ പറയുന്ന തൂങ്ങിയൊരു സാധനം. അത് കേൾക്കുമ്പോഴും ഇവൻ ചെയ്തിട്ടുള്ള വീഡിയോസും പിന്നെ ഈ ഒരു കണ്ടീഷനും ഇങ്ങനൊരു വീഡിയോ ചെയ്തപ്പോഴത്തേന് രേണുവിന് കംപ്ലീറ്റ്ലി ഹേറ്റ് സ്പ്രെഡായ ഒരു കാര്യം. ആ ഹേറ്റ് സ്പ്രെഡായപ്പോഴത്തേക്കിനും സ്വാഭാവികം, കോയിൻസിഡൻറ്റ് അല്ലെങ്കിൽ നാച്ചുറൽ, എങ്ങനെ വേണമെങ്കിലും നമുക്കിത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ബാക്കി കണ്ടുവരാവുന്ന. ശരി.